ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് കോച്ചാട്ടിംഗ് പവേർഡ് ബൈ മല്ലോമ ഫെയ്ത്ത് MCX പ്രഷ്യസ് മെറ്റൽസിന്റെയും എനർജിയുടെയും വീക്കിലി റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ പറഞ്ഞൊരു ബുക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് ഞാൻ പഠിച്ച് എല്ലാം എഴുതി നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞായിരുന്നു. സോ കഴിഞ്ഞ ആഴ്ച എന്താണ് ഞാൻ പറഞ്ഞത്? പ്രഷ്യസ് മെറ്റൽ, അതായത് ഓവറോൾ ഡിമാൻഡ് വിറ്റ്നസ്ഡ് ഇൻ പ്രഷ്യസ് മെറ്റൽസും എനർജി സെക്ടറിൽ എന്താണ് സെല്ലിംഗ് പ്രഷർ, അതായത് സപ്ലൈയും കാണാതെ എനർജി സെക്ടർ ഡൗൺവേർഡ് സ്ട്രക്ചറിൽ നിൽക്കുന്നുണ്ട്, പ്രഷ്യസ് മെറ്റൽസ് ബുള്ളിഷ് സ്ട്രക്ചറിൽ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം പറഞ്ഞതാണ്, 4301 ഗോൾഡിനെ സംബന്ധിച്ച് ഒരു സെല്ലിംഗ് സോൺ ആണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 4350 4390 ഭാഗത്തേക്ക് ഈ വീക്കിൽ ഗോൾഡ് പോകുമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഈ വീക്കിൽ ഗോൾഡ് എങ്ങോട്ടാണ് പോയിരിക്കണത്. വീക്കിലി നോക്കുന്ന സമയത്ത് ഗോൾഡ് XAUSD 4377 വരെ പോയി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എന്റെ 4390 ആ തൊട്ടടുത്ത ഭാഗത്തൊക്കെയാണ് ഗോൾഡ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു വീക്കിലിയിൽ ഒരു ബാലൻസ്ഡ് പ്രൊഫൈലാണ് ഗോൾഡ് ഇപ്പൊ നിൽക്കുന്നത്. വോളിയം സോൺ ഇപ്പോഴും നിൽക്കുന്നത് 4300 ഭാഗത്താണ് വോളിയം സോൺ ഉള്ളത്. ഈ വീക്കിന്റെ POS നിൽക്കുന്നത് 4325 ഭാഗത്താണ് ഈ വീക്കിന്റെ POS നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബാലൻസ് സ്ട്രക്ചറിൽ ഇപ്പം ഗോൾഡ് നിൽക്കുന്നുണ്ട്. ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് 4345 അല്ലെങ്കിൽ 4350 മുകളിൽ ഗോൾഡ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോൾഡ് ഈ ഒരു അനോമലീസ് ഒക്കെ ഫില്ല് ചെയ്യാനും, കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ ഒരു ഡൗൺവേർഡ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ 4350 ഭാഗം, ഈ കഴിഞ്ഞ അതിന് മുമ്പ് വന്ന ഒരു ഡൗൺവേർഡ് സ്ട്രക്ചർ ഉണ്ട് ഗോൾഡിനെ സംബന്ധിച്ച്. അത് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഏതാണ് ഗോൾഡ് വന്നിരിക്കുന്നത്, ഈ ഒരു ഏതാണ് 20th ഒക്ടോബർ, നമ്മൾ ദീപാവലി സമയത്ത് വന്ന ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ അപ്പോൾ ഹൈയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഗോൾഡ് 4350 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 4390 ഭാഗത്തേക്ക് വരാനും പുതിയ ഹൈയുടെ ഭാഗത്തേക്ക് ഫോർമേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. വോളിയം സ്ട്രക്ചർ ചെയ്ത് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. വോളിയം സ്ട്രക്ചറൈസ് വന്നിരിക്കുന്നത് 4300 ഭാഗത്തേക്കാണ്. ഇപ്പോൾ ഒരു വോളിയം സ്ട്രക്ചറൈസ് 4325 ഭാഗത്തും 300 ഭാഗത്തൊക്കെ ഒരു വോളിയം സ്ട്രക്ചർ ഇപ്പം കൃത്യമായിട്ട് കാണുന്നുണ്ട്. സോ ഈ 4300 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഗോൾഡ് ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനുള്ള, അതായത് 4300 പൊട്ടുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനും, ഈവൻ ദോ നമ്മുടെ ഈ 4210 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. സോ 4300 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ ഒരു 4262 ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് വരാനുള്ള ചാൻസ് ഗോൾഡിനെ സംബന്ധിച്ച് കൂടുതലാണ്. അത് 4260 പൊട്ടുകയാണെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്ത് ഈ വോളിയം സോൺ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന 4202 അല്ലെങ്കിൽ 4210 ഭാഗത്തേക്ക് ഗോൾഡ് വരാം. സോ ഗോൾഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4350 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് 43970 4390, അതിന് മുകളിൽ പോയാൽ 4430 4450 ഭാഗത്തേക്ക് വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇല്ല, $4300 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ $4260 വന്ന് അത് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. $4260 പൊട്ടുകയാണെങ്കിൽ നമുക്ക് ഈ 4200 വരെ ഗോൾഡിനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന വീക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് അങ്ങനെ വോളറ്റിലിറ്റി ഉള്ളോ അല്ലെങ്കിൽ വോളിയം ഉള്ള വീക്കാണോ എനിക്ക് തോന്നുന്നില്ല. മാർക്കറ്റ് ഒരു ബാലൻസിങ്ങിന് മൂവ്മെന്റ് ഗോൾഡ് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ 4350 മുകളിൽ 4346, ഞാൻ അതിനെ കൂട്ടി ഒരു 5 പോയിന്റ് ആഡ് ചെയ്ത് 4350 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ഒരു ബൈയെ കുറിച്ച് നിൽച്ചാൽ മതി. അത് ഒരു ട്രിപ്പബിൾ മൂവ്മെന്റ് ആയ 4375 4390 4440 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല, 4300 താഴെയാണെങ്കിൽ 4260 വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. 4260 പൊട്ടുകയാണെങ്കിൽ ഒരു $60 ഗ്യാപ്പ് ഗോൾഡ് ഉണ്ട്. അത് ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് തരാനുള്ള ചാൻസും ഗോൾഡിനെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. ഇതാണ് എനിക്ക് ഗോൾഡിന്റെ ഈ വരാൻ പോകുന്ന വീക്കിൽ പറയാനുള്ള ഒരു വീക്കിലി വ്യൂ. ഇനി നമുക്ക് XAGUSD, അടിപൊളി അടാറ് സിൽവർ മൂവ്മെന്റ്. സിൽവർ തിളങ്ങിയതിനെ പോലെ വേറൊരു സാധനം തിളങ്ങിയിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, സിൽവർ കഴിഞ്ഞ വീക്ക് ട്രെൻഡ് വീക്കായിരുന്നു. POC വന്നിരിക്കുന്നത് $58 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. സോ $50 ഭാഗത്തേക്ക് മാർക്കറ്റ് വരെയാണെങ്കിൽ ഒരു ബൈയിങ് സോൺ ആക്ടിവേറ്റ് ആക്കും. ഇല്ല എങ്കിൽ സിൽവർ എങ്ങോട്ട് പോകും? സിൽവറിനെ സംബന്ധിച്ച് സിൽവർ ഒരു ഹയർ അപ്വേർഡ് മൂവ്മെന്റിലേക്ക് പോകാനും 62 64 ഭാഗത്ത് സെല്ലിംഗ് ഉണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് കയറുമെന്നും പറഞ്ഞു.
സോ സിൽവർ ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണ്? $67 ഭാഗത്ത് സിൽവർ നമ്മുടെ സെല്ലിങ് സോൺ പൊട്ടി നല്ല ഹെവി ആയിട്ട് അപ്വേർഡ് മൂവ്മെന്റ് തന്നു. സോ ഈ വീക്കിന്റെ POC വന്നിരിക്കുന്ന $64 ഭാഗത്ത്. അപ്പൊ സിൽവറിനെ സംബന്ധിച്ച് 63-74 ഭാഗത്ത് കിട്ടുന്ന സമയത്ത് ഒരു ബൈയിങ്ങിന്റെ മൊമെന്റം ആക്റ്റീവ് ആവും. സിൽവർ വാങ്ങാം. സിൽവർ പുതിയ അതായത് $70 ഒക്കെ പോകാനുള്ള ചാൻസ് സിൽവറിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മുടെ $49 പൊട്ടിപ്പോയതിനു ശേഷം ഒരു ഹാഫ് ബാക്ക് എടുക്കുന്ന സമയത്ത് അപ് ടു $73 വരെ സിൽവറിന്റെ മൂവ്മെന്റ് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ $66 മുകളിൽ നിൽക്കുകയാണെങ്കിൽ സിൽവറിനെ സംബന്ധിച്ച് പുതിയ ഹൈയിലോട്ട് പോവാം. ഇല്ല എങ്കിൽ ഒരു ബെസ്റ്റ് ബൈയിങ് ഏരിയ എന്ന് പറഞ്ഞാൽ $63.8 ഭാഗത്ത് സിൽവർ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് MCX സിൽവർ വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോറക്സിൽ നിങ്ങൾക്ക് സിൽവർ വാങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ $63 താഴെ സിൽവർ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സിൽവറിനെ സംബന്ധിച്ച് ഒരു $59 വരെ വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. വേണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഈ വരാവുന്ന വീക്കിൽ സിൽവർ $66 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒരു ഫില്ലിംഗ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഒരു ബാലൻസിന്റെ മോഡിലേക്ക് സിൽവർ പോകാനുള്ള ചാൻസ് ഈ വരാൻ പോകുന്ന വീക്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതിന്റെ ഓപ്പോസിറ്റ് മാർക്കറ്റ് പോകണമെങ്കിൽ സിൽവർ ഏതിനു മുകളിൽ നിൽക്കണം? $66.1 മുകളിൽ സിൽവർ നിന്നാൽ മാത്രമേ ഈ ഒരു ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഞാൻ സിൽവറിൽ കാണുന്നുണ്ട്. ഇല്ല എങ്കിൽ സിൽവർ ഒരു $60-നും $66 ഇടയ്ക്ക് ഒരു ബാലൻസിങ്ങിന്റെ മൂവ്മെന്റിലേക്ക് വരാനുള്ള ചാൻസ്, ഒരു 10% ബാലൻസിന്റെ റേഞ്ചിന്റെ അകത്ത് ഒരു ബാലൻസിങ് മൂവ്മെന്റിലുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല $66 മുകളിൽ സിൽവർ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ $73 വരെ പോകാനുള്ള ചാൻസ് സിൽവറിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോഴും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു കൃത്യമായിട്ട് ആ കാര്യം ഓർത്ത് വെച്ചേക്കുക. സിൽവറെ സംബന്ധിച്ച് സിൽവർ ഹെവി ആയിട്ട് ലിഫ്റ്റ് ഔട്ട് ചെയ്ത് പോയത് കൊണ്ട് ഒരു ബാലൻസിങ് വേണമെങ്കിൽ ഈ വരാൻ പോകുന്ന ഒരു 1-2 ആഴ്ചക്കകത്ത് അവൻ തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വെറുതെ അനാവശ്യമായി കയറി പിടിച്ച് പണി വാങ്ങണ്ട. $66 താഴെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഡിപ്പ് ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. $60 ഭാഗത്തേക്ക് എത്തുന്ന ഒരു ഡിപ്പ് ബൈ, ദാറ്റ് വിൽ ബി എ ഗുഡ് പ്ലേസ് ടു ടേക്ക് സിൽവർ. ഇത് കൃത്യമായിട്ട് ഓർത്തോളുക. സോ ഇതാണ് എനിക്ക് ഗോൾഡിനെ കുറിച്ചും സിൽവറിനെ കുറിച്ചും പറയാനുള്ള ഒരു വീക്കിലി വ്യൂ. സോ പ്രഷ്യസ് മെറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വീക്കിൽ ഗോൾഡ് ഒരു ബാലൻസിങ് മൂവ്മെന്റ് തന്നു, സിൽവർ ഒരു ട്രെൻഡിങ് മൂവ്മെന്റ് തന്നു. അപ്പോൾ സിൽവറിന്റെ ബൈയിങ് സ്ട്രക്ചർ ഹോൾഡ് ചെയ്തിരിക്കുന്ന $63 ഭാഗത്തും ഗോൾഡിന്റെ ബൈയിങ് സ്ട്രക്ചർ നിൽക്കുന്ന 4300-4310 ഭാഗത്തുമാണ്. സോ 4300 ഭാഗത്ത് സ്റ്റിൽ ഗോൾഡ് ഒരു ബൈയിങ് ഞാൻ കാണുന്നുണ്ട്. $63 ഭാഗത്ത് സ്റ്റിൽ ഒരു റിസ്കി ഒരു സിൽവർ ബൈയിങ് ഞാൻ കാണുന്നുണ്ട്. ഇല്ല നല്ലൊരു ബെസ്റ്റ് ബൈയിങ് എന്ന് പറഞ്ഞാൽ $60 ഭാഗത്ത് സിൽവർ നല്ലൊരു ബെസ്റ്റ് ബൈയിങ് ആണ്. $4260 ഭാഗത്ത് ഗോൾഡ് ഒരു ബെസ്റ്റ് ബൈ. ദാറ്റ് വിൽ ബി എ സൂപ്പർ ബൈ. അത് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് എടുക്കേണ്ട ഒരു അവസ്ഥ, നമ്മൾ ചൂണ്ടയിട്ട് വെയിറ്റ് ചെയ്ത് പിടിക്കുന്ന പോലെ ഒരു സമയമായിരിക്കും അത് കാണുന്നത്. പിന്നെ നമ്മുടെ നാച്ചുറൽ ഗ്യാസ് നാച്ചുറൽ ഗ്യാസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഒരു കിടിലൻ ട്രെൻഡിങ് ഡൗൺവേർഡ് വീക്കായിരുന്നു. സ്റ്റിൽ നമ്മൾ ആ ഡൗൺവേർഡ് വീക്കിന്റെ 376 എന്ന് പറഞ്ഞ ആ ഒരു ഡോളറിന് താഴെ 376 താഴെ സ്റ്റിൽ നാച്ചുറൽ ഗ്യാസ് ഒരു സെല്ലിംഗ് ഉണ്ട്. പക്ഷെ നാച്ചുറൽ ഗ്യാസ് ഒരു ബാലൻസിങ്ങിന്റെ ഫോർമേഷനിലേക്ക് കടന്നിട്ടുണ്ട്. അവൻ ഈ ആഴ്ച വലിയൊരു പണിയൊന്നും തരാതെ ഈ ഒരു ട്രെൻഡ് വന്ന ഒരു വീക്കായ മൺഡേ 27 ഒക്ടോബറിന്റെ ആ ഒരു വീക്കിന്റെ ആ ഒരു സ്ട്രക്ചറിന്റെ POCയുടെ ഭാഗത്തൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ അത് വന്നിട്ടില്ല. സോ നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് ഒരു 350 താഴെ നിൽക്കുകയാണെങ്കിൽ 340 ഭാഗത്തേക്കും 333 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ 340 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നതിൽ നാച്ചുറൽ ഗ്യാസ് ഒരു ഹെവി സെല്ലിംഗ് വരാം. കാരണം ഇവിടെ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ നവംബർ മാസത്തെ കോൺട്രാക്ട് ഓപ്പൺ ചെയ്ത് പോയത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ $340 താഴെ നാച്ചുറൽ ഗ്യാസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു 310 വരെ ഒരു ഫില്ലിംഗ് വേണമെങ്കിൽ നാച്ചുറൽ ഗ്യാസിൽ വരാം. ചുരുക്കി പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസിന്റെ ആ ഒരു സെല്ലിങ്ങിന്റെ ആ പ്രേത ഇതുവരെ നാച്ചുറൽ ഗ്യാസിനെ കൈവിട്ട് പോയിട്ടില്ല. സോ ഇവിടെ ഒരു ബാലൻസ് ഫോർമേഷൻ ചെയ്യുന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ട് സൈൻ ഉണ്ട്. ഇൻ കേസ് നാച്ചുറൽ ഗ്യാസ് 377 മുകളിൽ അവന് അടുത്ത ആഴ്ച സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു 410 വരെ പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇപ്പോഴും കാണുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ ഒരു സിംഗിൾ പ്രിൻസുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി വീക്കിലി ബേസിസ് കിടപ്പുണ്ട്. 376 380 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഗ്യാസിൽ 410 വരെ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ഇല്ല അവൻ സെല്ലിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ വീക്കിന്റെ വാല്യൂ ഏരിയ ലോ ആയ 349 താഴെ നിൽക്കുകയാണെങ്കിൽ 340 നമുക്ക് എയിം ചെയ്യാം. 340 താഴെ നമുക്ക് എങ്ങോട്ട് പോവാം? അവനെ സംബന്ധിച്ച് അവൻ ഈ 330 പൊട്ടുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ബൈയിങ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്യണം 380 മുകളിലായിരിക്കും. സെല്ലിംഗ് മൊമെന്റം 349 താഴെ ഇനി നാച്ചുറൽ ഗ്യാസിലുള്ളൂ. ഇല്ല എങ്കിൽ ഈ ഭാഗത്ത് ഒരു ബാലൻസിങ്ങിന്റെ ഫോർമേഷൻ വേണമെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ക്രൂഡ് ഓയിൽ.
കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ എന്താണ് ഒരു വീക്കിലി ട്രെൻഡ് ഡൗൺ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ആ വീക്കിലി ട്രെൻഡ് ഡൗണിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി. അവൻ കൃത്യം പറഞ്ഞ 5200 റേഞ്ചിനെ പൊട്ടി താഴേക്ക് ഇറങ്ങി നമ്മൾ പറഞ്ഞ 5040 ഞാൻ പറഞ്ഞ ആ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ആഴ്ച ലാസ്റ്റ് കുറച്ച് ദിവസം ഈ ഒരു 5110നും 5034 ഇടയ്ക്ക് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇനി അവൻ നിൽക്കേണ്ടത്, അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ 5156 മുകളിൽ ക്രൂഡ് ഓയിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 5251 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിന്റെ POC, അതായത് നമ്മുടെ 8 ഡിസംബറിന്റെ ആ വീക്കിന്റെ POCയുടെ ഭാഗത്തേക്ക് പോവാം. ചുരുക്കി പറഞ്ഞാൽ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് 5150 മുകളിൽ 56 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. ആ ബൈ 5250 മുകളിലും അതിന് മുകളിൽ 5310 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ എന്നെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ ഇതാണ് ഒരു വീക്കിലി വ്യൂ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയൊരു സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 5040 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതും മാക്സിമം പോയ 4952 വരെയൊക്കെ പോകാനുള്ള ചാൻസേ ഉള്ളൂ. ക്രൂഡിനെ സംബന്ധിച്ച് ഒരു സെല്ലിംഗ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ 4950 ഭാഗത്തേക്ക് ഞാൻ ക്രൂഡിലൊരു ബൈയിങ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ സോ 5000 താഴെ വരികയാണെങ്കിൽ ഞാൻ ക്രൂഡിലൊരു ബൈയിങ്ങിനെ കുറിച്ച് ചാൻസ് ഉള്ളൂ. കാരണം ഓയിലിനെ സംബന്ധിച്ച് നല്ല ഹെവി ആയിട്ട് സെൽ ഓഫ് ചെയ്ത് താഴേക്ക് പോകാൻ പറ്റില്ല. കാരണം അങ്ങനെ പോവുകയാണെങ്കിൽ എക്കണോമി ഒരു റിസഷൻ മോഡിലേക്ക് പോകുമെന്ന് പറയും. നാച്ചുറൽ ഗ്യാസ് കുഴപ്പമില്ല, പക്ഷെ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് ഒരു എക്കണോമിക് റിസഷൻ മോഡിലേക്ക് പോകും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓയിൽ ഉപയോഗിക്കുന്നതാണ് എല്ലാ കൺട്രീസും. അപ്പം അതുകൊണ്ട് ക്രൂഡ് ഓയിൽ ഒരു സെല്ലിംഗ് താഴെ വന്നു കഴിഞ്ഞാൽ എക്കണോമിക് റിസഷനിലേക്ക് പോകുന്ന ഒരു ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ക്രൂഡ് ഓയിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ 5156 മുകളിൽ സസ്റ്റെയിൻ ഒരു ബൈയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇല്ല എങ്കിൽ ഞാൻ താഴേക്ക് വരികയാണെങ്കിൽ 4950 ഭാഗത്തൊക്കെ ഞാൻ ക്രൂഡ് ഓയിൽ വരികയാണെങ്കിൽ ഞാൻ അവിടെ ഒരു ബൈയിങ്ങിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സെല്ലിങ്ങിനെ കുറിച്ച് ക്രൂഡ് ഓയിൽ ഞാൻ ചിന്തിക്കുന്നില്ല. ഇതാണ് എൻ്റെ ക്രൂഡിന്റെ. അപ്പൊ ഞാൻ പ്രഷ്യസ് മെറ്റലിൽ ഞാനൊരു ഒരു ബാലൻസ് മോഡിലേക്ക് ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എനർജി സെക്ടറിൽ ഞാൻ എൻ്റെ ബെയറിഷ് മൂവ്മെന്റിനെ ഞാനൊന്ന് കട്ട് ഡൗൺ ചെയ്തു. നാച്ചുറൽ ഗ്യാസിൽ മാത്രമേ ഉള്ളൂ 349 പൊട്ടിയാൽ ആ ഒരു ബെയറിഷ് മൂവ്മെന്റിനെ വീണ്ടും മൂവ് ചെയ്യാനുള്ള ചാൻസ്. ക്രൂഡ് ഓയിലിൽ ഞാൻ ബെയറിഷ് മൂവ്മെന്റ് ഇല്ല, ഡിപ്പ് ബൈയിങ്ങിലെ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. നാച്ചുറൽ ഗ്യാസ് ഞാൻ ഈ പറഞ്ഞ റെഫറൻസ് ലെവലിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ ആഴ്ച പ്രഷ്യസ് മെറ്റലിൽ ഞാനൊരു ബാലൻസ് മോഡും വേണമെങ്കിൽ ഈ ആഴ്ച എൻ്റെ MCX സെക്ടറിൽ പ്രഷ്യസിനായാലും നമ്മുടെ എനർജി ആയാലും ഒരു ബാലൻസ് മോഡ് ആക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഓപ്ഷൻ ബൈയിങ്ങിനെ സംബന്ധിച്ചൊരു റിസ്കി വീക്ക്, അതായത് ഒരു പ്രോഫിറ്റബിലിറ്റി വീക്ക് വരാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് സൂക്ഷിച്ച് ഈ ആഴ്ച നമ്മൾ അവധി എടുത്താലും MCXൽ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു വീക്കിലി MCXന്റെ പ്രഷ്യസ് മെറ്റലിന്റെ എനർജിയുടെ ഒരു വ്യൂ. ഒരു അറിയിപ്പുണ്ട്, MCXന്റെ പുതിയൊരു സപ്പോർട്ട് സിസ്റ്റം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് MCXന്റെ അത് ഫോറക്സ് ട്രേഡറായ നിങ്ങൾക്കും വേണമെങ്കിൽ അത് ജോയിൻ ചെയ്യാം. കാരണം അതിൽ ഞാൻ ക്രൂഡ് ഓയിലും ഫോറക്സ് തന്നെ ഓയിൽ പ്രഷ്യസ് മെറ്റലിലെ ഗോൾഡ് സിൽവറിന്റെയും ലെവൽസ് ഞാൻ XAUSDയും XAGUSD, അതായത് USD ബേസ് ചെയ്തിട്ടുള്ള ലെവൽസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ ഫോറക്സ് ട്രേഡിങ്ങിലും യൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ആ സപ്പോർട്ട് പ്ലാന് ഇപ്പൊ ഞാൻ ട്രേഡ് ചെയ്യുന്നത് MCXൽ ആയതുകൊണ്ട് ഞാൻ എടുക്കുന്ന കോൾസ് ഇപ്പൊ ഗോൾഡ് മിനി എടുക്കുന്നുണ്ടെങ്കിൽ ആ ഗോൾഡ് മിനി, അല്ലെങ്കിൽ സിൽവർ മിനി ആണെങ്കിൽ സിൽവർ മിനി, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ. അപ്പൊ അതിന്റെ സ്ട്രൈക്കുകൾ ഞാൻ പറഞ്ഞ് ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, ടാർഗറ്റ് ഇതാണെന്ന്, സ്റ്റോപ്പ് ലോസ് ഇതാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ട്രേഡബിൾ സജഷൻസ് ഈ പറഞ്ഞ MCXന്റെ സപ്പോർട്ട് പ്ലാനിലുണ്ട്. അത് ഈ നെക്സ്റ്റ് വീക്കെൻഡ് ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. വളരെ കുറച്ചു പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക, അവർ കൃത്യമായ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. സോ MCXന്റെ വ്യൂ നിങ്ങൾ വ്യക്തമായി ഫോക്കസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കുക, നിങ്ങളെ ഫ്രണ്ട്സിന് നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങളെ ട്രേഡേഴ്സിന് ഫോളോ കൊടുക്കുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ചെയ്ത് എനിക്കിത് എൻ്റെ ഈ ഒരു പുതിയ ഈ വീഡിയോസിന് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ ഓഫ്